സ്വർണ്ണപ്പാളി വിവാദത്തിൽ ശബരിമലയിൽ ദേവസ്വം വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തിയെന്ന വിവരങ്ങൾ കൂടി വരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ശശിനാരായണൻ വിവരങ്ങളുമായി. ശശി, ഇന്നലെ ആ ഉത്തരവിൽ ഈ സ്ട്രോങ് റൂം പരിശോധിക്കണമെന്നതടക്കമുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഈ സ്ട്രോങ് റൂം അടക്കം പരിശോധിച്ചു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് ഈ ഇത്തരത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം ദേവസ്വത്തിന്റെ വിജിലൻസ് എസ്പി അടക്കമുള്ള ഉദ്യോഗസ്ഥർ സന്നിധാനത്തെത്തി ഈ സ്ട്രോങ് റൂം ഉൾപ്പെടെ പരിശോധന നടത്തി. അത് പ്രധാനമായും ഈ 17 നട തുറക്കുന്ന സമയത്ത് ഇപ്പോൾ നിലവിലത്തെ ദ്വാരപാലകളെ ശില്പങ്ങളിൽ സ്വർണം പൂശിയതിനു ശേഷം തിരിച്ച് വീണ്ടും എത്തിച്ചിട്ടുണ്ട്. അതും ഒപ്പം നിലവിലുള്ള രേഖകൾ കൂടി പരിശോധിക്കാനാണ് ഈ വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയത്. ദേവസ്വം കമ്മീഷണർ, ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ള സംഘം അവിടെ ഉണ്ടായിരുന്നു. റെക്കോർഡുകളെല്ലാം പൂർണ്ണമായി പരിശോധിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രിയാണ് വിജിലൻസ് എസ് പി സന്നിധാനത്തെത്തിയതിനു ശേഷം ഇത്തരം ഒരു പരിശോധന നടത്തിയത്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ സന്നിധാനത്ത് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് പ്രധാനമായി എത്തിയത്. പക്ഷേ ശബരിമലയിലെ കാര്യങ്ങൾ സ്ട്രോങ് മറ്റ് റെക്കോർഡുകളും രേഖകളും ഒക്കെ കൂടുതലായി സൂക്ഷിച്ചിട്ടുള്ളത്, പ്രധാനമായും സൂക്ഷിച്ചിട്ടുള്ളത് ആറന്മുളയിലെ ഓഫീസിലാണ്. നേരെ മറിച്ച് ചെറിയ ഈ ഇപ്പോൾ ഈ നടത്തിയ പരിശോധന പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പൂറ്റി നിലവിൽ ചെന്നൈയിൽ സ്വർണ്ണം പൂശി തിരിച്ചെത്തിച്ച ദ്വാരപാലകളുടെ സ്വർണം തിരിച്ചെത്തിച്ചിട്ടുണ്ട്. അത് 17-ാം തീയതിയാണ്. അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ പിന്നീട് നടക്കും. പക്ഷേ അതിന്റെ കാര്യങ്ങൾ കൂടിയും നിലവിൽ രേഖകൾ കൂടി പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥർ എത്തിയിട്ട്. അതിന്റെ വിശദമായ വിവരങ്ങൾ ഇനിയും നമുക്ക് ലഭിക്കാൻ ഇരിക്കുന്നതുള്ളൂ. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയ കെ പത്മാവർ അടക്കം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട്. കാരണം വിജയമല്യ കൊടുത്തുള്ള സ്വർണം കുറഞ്ഞിട്ടുള്ളൂ എന്ന കാര്യം തൊഴിലാളികൾ കൂടി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് ദേവസ്വം കമ്മീഷനാണ്, ദേവസ്വം ബോർഡല്ല. ദേവസ്വം കമ്മീഷണർക്കാണ് ഇതിന്റെ ചുമതല. ഈ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ ഇതിന്റെ ചുമതല വഹിക്കേണ്ടവരാണ്. അവരാണ് ഇത് ഉത്തരം പറയേണ്ടത് എന്നുള്ള രീതിയിലാണ് പത്മകുമാർ ഇപ്പോൾ പ്രതികരിക്കുന്നത്. അത്തരത്തിൽ വിശദമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടത് പരസ്പരം ഉദ്യോഗസ്ഥരും ബോർഡ് പ്രസിഡന്റുമാരും പരസ്പരം പഴിചാരുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇത് സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വിശദമായ ഒരു പരിശോധന ഇത് സംബന്ധിച്ച് സന്നിധാനത്ത് ഇന്നലെ നടത്തിയിരുന്നു. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയുള്ളത്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പരിശോധന ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ എന്താണ് പരിശോധിച്ചത്, ഏതൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് എത്തിയിട്ടുള്ളതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ സ്വർണം കുറവായതുമായി ബന്ധപ്പെട്ട ഈ ചെമ്പുപാളിയായ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത്തരം നിരവധി കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ പറഞ്ഞിരിക്കുന്നത് ദേവസ്വം കമ്മീഷനാണ് ഇത് സംബന്ധിച്ച് മറുപടി പറയേണ്ടത്. സ്വർണം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് ദേവസ്വം കമ്മീഷനാണ്. എല്ലാം കലങ്ങി തെളിയുമെന്ന് അദ്ദേഹം പറയുന്നു. അന്വേഷണം നടക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശശിനാരായണൻ, സ്വാഭാവികമായി ഇന്നലത്തെ ആ വന്ന ഉത്തരവിൽ ഒരു രണ്ട് ഇമെയിലുകളുടെ വിശദാംശങ്ങൾ കൂടിയുണ്ടല്ലോ. അത് അധിക സ്വർണമുണ്ട്, ആ സ്വർണം ഒരു നിർധനയായ പെൺകുട്ടിയുടെ വിവാഹ ആവശ്യത്തിന് ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അയച്ച 2 മെയിലുകളാണ്. ആ 2 മെയിലുകളും അയച്ചിട്ടുള്ളത് ഈ പത്മകുമാറിനാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും അന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് അദ്ദേഹത്തിന് അറിയാം, തിരിച്ച് അത് പൂശിയ ശേഷം ബാക്കി സ്വർണം വന്നത് അറിയാം. പിന്നെ എങ്ങനെയാണ് ഈ 2019 മഹസറിൽ ഇത് ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തിയത് എന്നതിന് ഉത്തരം പറയാൻ പത്മകുമാർ കൂടി ബാധ്യസ്ഥനല്ലേ? 2019 പത്മകുമാറിന്റെ കാലത്തല്ല ഇത്തരം സംഭവം നടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം രണ്ടാമതായി വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവാണ്. അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിരുന്ന ആളാണ്. പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയച്ചിരുന്നു. ആ മെയിലിൽ സൂചിപ്പിക്കുന്ന കാര്യമാണ് സൂചിപ്പിച്ചത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ ബാക്കി വരുന്ന സ്വർണം നിർദ്ധനായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കല്യാണത്തിന് വിവാഹത്തിന് വേണ്ടി ഉപയോഗിച്ചു കൊള്ളട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അത് മറ്റ് ദേവസ്വം കമ്മീഷണർക്ക് വേണ്ടി അദ്ദേഹം ഫോർവേഡ് ചെയ്തു, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ദേവസ്വം ബോർഡിലെ അന്നത്തെ പ്രസിഡന്റ് എൻ വാസു വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് വാസു എന്ന് പല മാധ്യമങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ക്രമക്കേട് ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് ആരാണ് നടത്തിയത്, എത്തരത്തിലാണ് ഈ സ്വർണം ഇതുമായി ബന്ധപ്പെട്ട് ഇവരിൽ നിന്നും നഷ്ടപ്പെട്ടുള്ളത്, ആരാണ് ഇതിന് ഉത്തരവാദി എന്നുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് കൃത്യമായി കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. കോടതി നിർദ്ദേശപ്രകാരമാണ് വിജിലൻസ് എസ് പി
ഇത് സംബന്ധിച്ച് ഇത്തരം രേഖകൾ കൂടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത്. ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ദേവസ്വം ബോർഡിന് ഇതിൽ യാതൊരു പങ്കുമില്ല, അല്ലെങ്കിൽ ആ സമയത്ത് ദേവസ്വം ബോർഡിനെ നയിച്ചവർക്ക് ഇതിൽ പ്രത്യേകിച്ച് യാതൊരു അറിവുമില്ല, ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ മുഴുവൻ ഉത്തരവാദി എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ എൻ പത്മകുമാർ ഉൾപ്പെടെ പ്രതികരിക്കുന്നത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രത്യേക സംഘത്തിന് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തണം. അയ്യപ്പന്റെ ഒരു തരി പൊന്ന് കട്ടവർ ആരായാലും അവർ കണ്ടെത്തണം. സത്യം പുറത്തു വരട്ടെ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായം ലഭിച്ചോ എന്നതിലടക്കം അന്വേഷണം വേണം. തനിക്ക് നേരെ അന്വേഷണം വന്നാലും സ്വാഗതം ചെയ്യുമെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞങ്ങൾ എന്താണോ കോടതിയോട് ആവശ്യപ്പെട്ടത് അതനുസരിച്ചാണ് കോടതി അന്വേഷണ ഏജൻസിയെ ഫിക്സ് ചെയ്ത് തന്നിരിക്കുന്നത്. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. അന്വേഷണം നടക്കട്ടെ. ഞാൻ പ്രതിയാണെങ്കിൽ പോലും വരട്ടെ. അതുകൊണ്ടാണ് ഞങ്ങൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അന്വേഷണം. ഇപ്പോൾ ഈ പറയുന്ന പിന്നെ സ്വർണ്ണപീഠം വ്യവസ്ഥയോട് കൂടിയാണല്ലോ ഞങ്ങളുടെ കാലത്ത് കൊണ്ടുപോയത്. അത് അങ്ങനെ അല്ലാന്നാണല്ലോ 2019 വന്നിരിക്കുന്ന പരാമർശം. അപ്പൊ സ്വാഭാവികമായും 2019 ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ വെളിവായി വരേണ്ടതാണ്. ആ അന്വേഷണം നടക്കട്ടെ.